നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുതിയ വീഡിയോ, അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പം വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ വീട്ടുകാരിപ്പം വീടിന് പുറത്തേക്ക് ഇറക്കി വിടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ ചെറുക്കനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും പോയി കുരുത്തക്കേട് കാണിക്കും. കുരുത്തക്കേട് കാണിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു പെൺകുട്ടി പിന്നെ പരാതിയുമായി പോകും. ഒരു ടീച്ചർ കൂടിയായിരുന്ന അവരുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബമാണ് അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് വഴിപിഴച്ചു പോയത് എന്നാണ് പൊതുവിൽ അവിടെ നാടുകളിൽ സംസാരമായി നമ്മൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന CPM-കാർക്ക് ഒരു ഉപദേശം ഫ്രീ ആയി കൊടുക്കാൻ വന്നിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് പിണറായി വിജയനെ ഈ ED ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരം നടത്തുന്ന യുവാക്കൾ ഒരു കാര്യം പറയണം. അതായത് എന്തിനു വേണ്ടിയാണ് ഈ കർത്ത, അതായത് ശശിധരൻ കർത്ത എന്ന് പറയുന്ന കരിമണൽ കർത്ത ഈ തുക വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് 2 കോടിയിലധികം രൂപ നിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി പറയണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് സേവനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം പാർട്ടിക്കാർ പറയണം. ശരി, അതിനു മുൻപ് ഈ പറയുന്ന RC ആരാണെന്നും OC ആരാണെന്നും KK ആരാണെന്നും IK ആരാണെന്നും ഒക്കെ ജനം അറിയേണ്ടതില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ് എന്ന് ആർക്കും അറിയാൻ സാധിക്കുമല്ലോ. അതോടൊപ്പം RC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള കാര്യം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയാമല്ലോ. KK എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള കാര്യവും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നന്നായി അറിവുള്ളതാകും. അപ്പോൾ ഇനിയും പുറത്തേക്ക് വരാൻ നിരവധി പേരുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ED റെയ്ഡ് നടന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ 12 തവണ ഇവിടുത്തെ സ്ഥലം മുഖ്യമന്ത്രിയോട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടും മുഖ്യമന്ത്രി കമ എന്നൊരക്ഷരം പോലും മിണ്ടാതിരുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു തമാശ പറയുന്ന മട്ടിൽ പരിഹാസ രൂപേണ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞ എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത്, ആയിക്കൊള്ളട്ടെ. ആ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയുടെ വേളയിൽ ഞാൻ പറഞ്ഞിരുന്നു, പരിഹാസ രൂപേണ പറയുകയാണ് മാധ്യമപ്രവർത്തകരോട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്ന് വന്ന് കണ്ടത്, നാളെ രാവിലെ പിണറായി വിജയന്റെ വീട്ടിൽ 12 ഇടങ്ങളിൽ ഈ റെയ്ഡ് നടത്തിക്കണം എന്ന് പറയുന്നു. അത് കേൾക്കാത്ത പാടെ നരേന്ദ്രമോദി ഫോൺ എടുത്തു വെച്ച് വിളിച്ചിട്ടാണ് ഇതെല്ലാം ഡീൽ ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇവിടെ. ആ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഡീലിലേക്ക് തന്നെ പോയി നിൽക്കേണ്ടി വരും. അപ്പം ഇതിനു മുൻപ് ആരൊക്കെയുമായി കൂട്ടുകൂടിയിട്ടും ചർച്ച ചെയ്തിട്ടുമാണ് ഈ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരാൾ ഈ VD സതീശന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നത്? എങ്ങനെയാണ് ഇത്ര കൃത്യമായി 102 സീറ്റ് 100-ലധികം സീറ്റിന് ലഭിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഇത്ര കൃത്യമായി VD സതീശൻ പ്രതികരിക്കാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ CPM-നെയും കോൺഗ്രസിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് BJPക്ക് സീറ്റ് ലഭിക്കുന്നത്? അപ്പോൾ ഇതിനു മുൻപോ പിൻപോ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത അവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്ങനെ ഇതൊക്കെ കേരളത്തിൽ സാധ്യമായി എന്നുള്ളതിനെക്കുറിച്ചും ഒരു പക്ഷേ VD സതീശൻ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇനി രാഹുലിലേക്ക് വരാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം വീട്ടിൽ ഇരുന്നു കൊണ്ട് ഫ്രീ ആയി ഈ പറയുന്ന ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ഈ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ട മറുപടി ഇത്രയേ ഉള്ളൂ, ആരാണ് RC, ആരാണ് OC, ആരാണ് KK, ആരാണ് IK, ഇങ്ങനെ തുടങ്ങി ഈ പറയുന്ന ശശിധരൻ കർത്തയുടെ ഡയറിക്കുള്ളിൽ എഴുതിയിട്ടിരുന്ന പേരുകൾ ആരുടേതൊക്കെയാണ്, അവർ എന്തിനാണ് ഇവരുടെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടുള്ളത്, അതായത് CMRLന്റെ ഉടമയായ ശശിധരൻ കർത്തയിൽ നിന്ന് എന്തിനാണ് പണം വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ കരിമണൽ കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മുടെ കേരളത്തിന്റെ തീരദേശത്ത് കിടക്കുന്ന കരിമണൽ അവിടെ നിന്ന് ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2015 ശേഷം 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് തീരദേശത്ത് നിന്നും കരിമണൽ കടത്തുന്നതിനെതിരായി കേരളത്തിൽ സമരം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് CPM എന്നുള്ള കാര്യവും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. എന്തുകൊണ്ടാണ് VM സുധീരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ചത്? അതായത് ഈ രീതിയിൽ കരിമണൽ കർത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ഈ ആളിനെ കൊണ്ട് കേരളത്തിന്റെ തീരദേശങ്ങളിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്ന ധീരമായ ഒരു തീരുമാനവും VM സുധീരൻ എന്ന് പറയുന്ന ഒരു നേതാവ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചത്?
അതിൻ്റെ അർത്ഥം ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആളിന് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തീരദേശത്ത് നിന്ന് കരിമണൽ കടത്തുന്നതിന് വേണ്ട നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അല്ലെ അനുമതി ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ഇനി മറ്റൊരു കാര്യം കൂടി, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഈ KC വേണുഗോപാലിനെതിരായി ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ എന്താ പറയുക ബ്രൈബായി അല്ലെങ്കിൽ കൈക്കൂലിയായി കോഴയായി വാങ്ങിയൊരു നേതാവാണ് ഈ KC വേണുഗോപാൽ എന്നുള്ള വിവരം ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിനെതിരായി ഒരു മാനനഷ്ട കേസ് പോലും ഫയൽ ചെയ്യാൻ ഈ KC വേണുഗോപാൽ തയ്യാറാകാതിരുന്നത്? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ആലപ്പുഴ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞതിനകത്ത് യാതൊരു തരത്തിലുള്ള വാസ്തവവുമില്ല എന്ന് നിയമപരമായി തെളിയിക്കാൻ എന്തുകൊണ്ടാണ് KC വേണുഗോപാലിന് അന്ന് കഴിയാതെ പോയത്? ഇനി രമേശ് ചെന്നിത്തല തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമല്ലേ, കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, അത് പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പാർട്ടിയെ വളർത്താൻ ഉപയോഗിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നായിരിക്കും. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നറിഞ്ഞാൽ നന്നായിരിക്കും. അത് തുറന്ന് സമ്മതിച്ചു തരികയാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ശക്തനായ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന നേതാവ്. ഇനിയിപ്പോൾ പറഞ്ഞല്ലോ, അവിടെ കൂടി നിന്ന ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്ന ടാക്സി പിടിച്ചു വന്ന ED ഉദ്യോഗസ്ഥരുടെ വാഹനം അടിച്ചു തകർത്തു എന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ആയിരിക്കാം അത് എന്ന് പറഞ്ഞു. നല്ല കാര്യം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഗർഭഛിദ്രം നടത്തിയ കുട്ടികളോട് പോലും തോന്നാത്ത ഒരു മാനവിക മുഖം അതിനകത്തുണ്ട്. അത് വാസ്തവം, അത് സമ്മതിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും മറ്റൊരു കാര്യം കൂടി അവിടെ ചോദിച്ചുകൊള്ളട്ടെ, ആ സമയത്ത് അത്രയും വലിയൊരു അക്രമ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഏത് ആഭ്യന്തര വാഴയായിരുന്നു ഈ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഉണ്ടായിരുന്നത് എന്നുകൂടി ഈ രാഹുൽ ഒന്ന് ഓർക്കുക നല്ലതല്ലേ? ആരായിരുന്നു ആ സമയത്തെ ആഭ്യന്തര വാഴ? ആ ആഭ്യന്തര വാഴയുടെ പേര് രമേശ് ചെന്നിത്തല എന്നായിരുന്നു. അതായത് ഈ പറയുന്ന കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് പണം ഒരു ഉളുപ്പുമില്ലാതെ കൈനീട്ടി വാങ്ങിയ രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോൾ അവിടെ ഒരു മോബ് വയലൻസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിനെ ആ കാര്യം ഏൽപ്പിച്ച് കൃത്യമായി അവിടേക്ക് വിടാതിരുന്നത്? അപ്പോൾ അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? അവിടെ കൂട്ടം കൂടിയ ജനം ആക്രമിച്ചിരിക്കും. അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ രാഹുലിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ഈ രീതിയിൽ ED ചോദ്യം ചെയ്ത സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ വാഹനങ്ങൾ കത്തിച്ചു. EDയുടെ ഓഫീസിനുള്ളിൽ കയറി കിടന്നിരുന്ന സെക്യൂരിറ്റിയെ പോലും തള്ളി മാറ്റിക്കൊണ്ട് ഗേറ്റ് മതിലും ചാടിക്കിടന്ന് അതിനകത്ത് കിടന്ന വാഹനങ്ങൾ കത്തിച്ചിട്ടില്ലേ? ഇവിടെ ജനാധിപത്യ ധ്വംസനം എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ മുഴുവൻ രാജ്യം മുഴുവൻ ഇവിടെ കിടന്ന് വീരതാണ്ഡവമാടിയല്ലോ. അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്തു. അപ്പോൾ ഇവിടെ സാധ്യതകളുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത്, അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടക്കുന്ന സമയത്ത്, തന്നെയുമല്ല കോഴിക്കോട് ബേപ്പൂരുള്ള മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രതികരിക്കാൻ ആൾക്കാരുണ്ടാകും. കാര്യം അണഞ്ഞു പോയിട്ടില്ലാത്ത തിരി തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ. അവർ തീർച്ചയായും പ്രതികരിക്കും, തെരുവിലെങ്കിൽ തെരുവിൽ. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി, അത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി തീർച്ചയായും ഈ നിങ്ങളുടെ ആഭ്യന്തര വാഴയുടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. എവിടെ പോയി അവർ? എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേസെടുക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്നിട്ട് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളിത് കണ്ടുപിടിക്കൂ. അതായത് പിണറായി വിജയന്റെ 2 മക്കളെയും സേഫ് ആക്കി നിർത്തിയിരിക്കുന്നു. അതേസമയം നിങ്ങൾ പോലീസിൽ ചെന്നിട്ട് ഈ ഇമാതിരി പണി കാണിച്ചാൽ നിങ്ങൾ ജയിലിൽ പോകും എന്നാണ് പറയുന്നത്. ശരിയാണ്, അങ്ങനെ ജയിലിൽ പോകാനും ഒന്നുമില്ലെങ്കിൽ കഴുമരത്തിലേക്ക് കയറാനും എങ്ങനെയാണെങ്കിലും പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കാൻ പഠിച്ചവർ തന്നെയാണ് ഇടതുപക്ഷക്കാർ, അല്ലെങ്കിൽ CPM-കാർ. അതിനുവേണ്ടി കൊടിയെടുത്ത് പിടിച്ചവർ തന്നെയാണെന്നേ ഇവരെന്നും. അല്ലാതെ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു ബൈറ്റ് എടുക്കാനോ ഇന്റർവ്യൂവിനോ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളുടെ അല്ലെങ്കിൽ അവിടുത്തെ യുവതികളുടെ അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കുകയും അവരെ വലവീശി പിടിച്ചുകൊണ്ട് അവരെ പലയിടങ്ങളിൽ കൊണ്ടുപോയി നിരന്തരം പീഡിപ്പിക്കുകയും ഒടുവിൽ ഗർഭവതിയായി കഴിയുമ്പോൾ മരുന്ന് നൽകി അത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നടപടികളല്ല CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ രാഹുലിൻ്റെ സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്ന രാഹുലിൻ്റെ നേതാക്കന്മാർ എന്താ പറയുക, ഇന്ദിരാമ നടത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചവർ തന്നെയാണെന്ന് ഇവിടുത്തെ CPM-കാർ. അപ്പോൾ അന്ന് കണ്ടിട്ടില്ലാത്ത ജയിലറകൾ ഇന്നും CPM-കാർക്ക് ആർക്കും ഒരു ഭയവുമില്ല.
പക്ഷേ ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒരു സ്ത്രീ മുഖ്യമന്ത്രിയെ കണ്ടൊരു പരാതി കൊടുത്തപ്പോൾ രായ്ക്ക് രാമായണം എവിടുന്നോ വാടകയ്ക്കെടുത്ത അല്ലെങ്കിൽ ഏതോ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ ഒരു കാറും കൊണ്ട് ഈ കേരളം വിട്ടുപോയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ എന്ന് ഞങ്ങൾ ഓർക്കണം. ആ കേസ് ഒരിക്കലും നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് നേടി വിജയിച്ചു വന്നിട്ടല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി കർഷക സമരം നടത്തിയിട്ട് വന്നതിനല്ല. കർഷക സമരത്തിന് പോയ കേസും വേറെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം നടത്തിയിട്ടല്ല, ഇവിടുത്തെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനല്ല, ഇവിടുത്തെ വ്യവസ്ഥിതിക്കെതിരായി ഇവിടെ കിടന്നുകൊണ്ട് സമരം ചെയ്തതിനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ ജയിലിൽ പോയി തിരിച്ചിറങ്ങി വന്നത് എന്നുള്ള കാര്യം രാഹുൽ ഓർക്കുന്നത് നന്നായിരിക്കും. വെറുതെ അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ നിരവധിയുണ്ട്. പാവം ആ കുടുംബത്തെ ഇനിയും രാഹുലെ പറയിക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.